എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മേക്കപ്പ് ലുക്കുമായിട്ടാണ്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ഒരുങ്ങാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ബിബി ക്രീമോ അങ്ങനെയുള്ള ഒറ്റ കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല. വെറും ടാൽക്കം പൗഡർ മാത്രം ഉപയോഗിച്ച് ഒരുങ്ങുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ലുക്കാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. ആ നനവോട് കൂടി തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസിങ് ക്രീമിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലോവേറയുടെ ജെല്ലാണ്. അപ്പോൾ അത് ഓരോ സ്കിന്നിന് യോജിച്ചത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുക കേട്ടോ. എനിക്ക് അലോവേറ ജെല്ലാണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ പതിയെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാനങ്ങ് പതിയെ അങ്ങ് കൈകൊണ്ട് തന്നെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ ഒരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ലിപ് ബാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ലിപ് ബാമാണ്. ലിപ് ലവ് എന്ന് പറഞ്ഞ ചെറിയുടെ ഇതാണ്, ചെറിയാണ് കേട്ടോ അതിൻ്റെ കളറിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ലാക്മേയുടെ ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് നേരം നമ്മൾ ഈ ഫേസിലേക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് അബ്സോർവ് ആവണം. അതായത് ഈ മോയ്സ്ചറൈസിങ് അലോവേറയുടെ ജെല്ല് ഫേസിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർവ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആ മോയ്സ്ചറൈസിങ് ക്രീം നന്നായിട്ട് ഫേസിലേക്ക് ആയിട്ടുണ്ട്. അതായത് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് ഇങ്ങനെ പതിയെ അങ്ങ് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇപ്പം കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ പാടുകൾ മായ്ക്കാനായിട്ട് കൺസീലർ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഈ ടാൽക്കം പൗഡർ വെച്ച് തന്നെ കണ്ണിൻ്റെ ഭാഗമൊക്കെ അങ്ങ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ കൈ പതിയെ അങ്ങ് കൊട്ടിയതിന് ശേഷം കൈ ജസ്റ്റ് അങ്ങ് പൗഡർ അങ്ങ് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെക്കിലും ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നെക്കും ഫേസും 2 കളറായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഫേസ് ചെയ്താലും അത് തന്നെ നെക്കിലും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി ഒന്ന് പൗഡർ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ആ ഡാർക്ക്നെസ് അങ്ങ് മാറിയിട്ട് നന്നായിട്ട് അങ്ങ് എന്താ പറയുക ഫേസ് നന്നായിട്ട് അങ്ങ് തിളങ്ങി നിൽക്കും. അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ എടുക്കുന്നത് ഐബ്രോ ആണ്. അതും ഐടെക്സിൻ്റെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഐടെക്സിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ഏകദേശം തീരാറായി. അപ്പോൾ നമുക്ക് പുരികം നന്നായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് പുരികം ഒരുപാട് കുറവാണ് കേട്ടോ. കാരണം പൊഴിയുന്നുണ്ട് പുരികം. അപ്പോൾ അതായത് ഇതുപോലെ 2 പുരികവും അങ്ങ് ഫില്ലാക്കി കൊടുക്കുക. സാധാരണ രീതിയിൽ പുരികവും കണ്ണും എഴുതിയാൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഈ ഫൗണ്ടേഷനൊക്കെ വാരി വലിച്ച് ഫേസിലേക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് അപ്പിട്ട് ഡള്ളാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സാധാരണ പൗഡർ പോലും കഴിവതും അവോയ്ഡ് ചെയ്യാറാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഫേസ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കണ്ണ് എഴുതും പുരിക എഴുതും, അതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐടെക്സിൻ്റെ തന്നെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് മുകളിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ അടിയിൽ എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. അതിന് ശേഷമാണ് പിന്നെ അടിയിൽ എഴുതുന്ന കാര്യം ഓർത്തത്. പിന്നെ പോയി എന്താ പറയുക അടിയിലത്തെ പിന്നീടാണ് എഴുതിയത്. അപ്പോൾ അതും ഐലൈനർ ഉപയോഗിച്ച് മുകളിൽ എഴുതി. 2 കണ്ണും ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് നല്ല തിക്ക് ലെയറായിട്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കണ്ണിൽ ഒരല്പം നല്ല കട്ടിക്ക് തന്നെ എഴുതിയെങ്കിലേ കണ്ണിൽ എഴുതിയെന്നുള്ളൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ കണ്ണിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ആ പീലിയിലുള്ളതൊക്കെ അങ്ങ് ജസ്റ്റ് അങ്ങ് കൈ കൊണ്ടങ്ങ് തൂത്ത് കളയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക പുരികത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പിടിക്കത്തില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പം പുരികത്തിലേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്.
പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിപ് ലൈനർ ഉപയോഗിച്ച് നമ്മളെ ചുണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുവാണ്. അപ്പോൾ അത് ആ ലിപ് ബാം ഇട്ടേക്കണ ഒരല്പം അങ്ങ് മാച്ച് കളയുക. അതിന് ശേഷം ഈ ലിപ് ലൈനർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിതും ഐടെക്സിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം അതും തീരാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ ചുണ്ടിൻ്റെ ആകൃതിക്കനുസരിച്ച് അങ്ങ് ഔട്ട്ലൈൻ കൊടുക്കാം. അതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ തോന്നും. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഫേസസ് കാനഡയുടെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡ് കളറാണ് കേട്ടോ. റെഡ് കളർ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അല്പമാണ് അപ്ലൈ ചെയ്യുന്നത്. കയ്യിൽ ഒരല്പം എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, ഒരുപാട് ഇത് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡാർക്ക്നെസ് നമുക്ക് തോന്നും. അപ്പോൾ അത് അത്ര എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് കയ്യിലെടുത്തിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഉണ്ടല്ലേ, ഒരല്പം കയ്യിലെടുത്ത് അപ്ലൈ ചെയ്തോളൂ. അന്നേരത്തേനും തന്നെ നല്ല ഡാർക്കായി ചുണ്ട്. ഒരുപാട് ഡാർക്ക്നെസ് ഒന്നും ഇഷ്ടമല്ല എങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കുക. ഇത് ഒരല്പം കൂടിപ്പോയി കേട്ടോ കളറ്. കയ്യിലെടുത്തപ്പം അത്രയും ആയിപ്പോയതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് കണ്ണെഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് താഴത്തെ പോർഷൻ മാത്രം നമ്മൾ ഐക്കോണിക് കാജൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്, മുകളിൽ ഐലൈനറും കേട്ടോ. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. സാധാരണ ഞാൻ ലാക്മേയുടെ തന്നെ ഉപയോഗിച്ച് ഐലൈനർ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം തോന്നിയത് ഇതാണ്. പിന്നെ നമ്മുടെ മേക്കപ്പ് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊട്ടും കൂടെ തൊട്ട് കഴിഞ്ഞാൽ ഫൈനൽ ലുക്കായി. പിന്നെ ഞാൻ സിന്ദൂർ ഇടാറുണ്ട്. സിന്ദൂർ ഇടുന്നതിന് പകരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഐടെക്സിൻ്റെ പല്ലവിയുടെ സിന്ദൂർ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം 75 റുപ്പീസാണ് വില വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലേക്കൊന്നും പടരാണ്ടിരിക്കാനൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് എന്താ പറയുക, മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീവി ഇട്ടിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഞാൻ ഒരുപാട് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇന്ന് മേക്കപ്പ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.